ആവണി ആവണി സസ്പെൻഷനിലാവാൻ കാരണം മോഹനല്ല. ഞാനാണ്. ആവണിക്ക് ആവണ്ട ജോലി ഞാൻ തിരികെ വാങ്ങിച്ചു തരും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ മായമ്മ ചെയ്തിട്ടുണ്ട്. ആവണി മോളെ, നീ ഇനി വിഷമിക്കരുത്, കരയരുത്. നിന്റെ ജോലി ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ഈ മായമ്മയല്ലേ പറയുന്നത്. മോഹന, ഇതല്ലേ നീ ആഗ്രഹിച്ചത്? എല്ലാത്തിനും നന്ദിയുണ്ട്. നന്ദിയൊക്കെ എന്തിനാടാ? നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. അതാണ് എൻ്റെ സന്തോഷം. എന്താ അച്ഛത് തുള്ളുന്നേ? അച്ഛാ, അച്ഛാ, എന്തുവാ? എന്തായാലും വിചാരിച്ച പോലെ എല്ലാം കഴിഞ്ഞല്ലോ. വിചാരിച്ച പോലെയോ? എന്ത് വിചാരിച്ചു? ആ, മായ വന്ന് എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? മായമയോ? അതിന് മായമ വന്നില്ലല്ലോ. വന്നില്ലെന്നാ? അപ്പൊ കിഷോറേട്ടനാ? കിഷോറങ്ങളും വന്നില്ല. അപ്പൊ മായ വന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെല്ലാരും കൂടെ അടിച്ചു പൊളിച്ചതാ. അടിച്ചു വിളിച്ചെന്നാ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നോ? ആ, നോ. പിന്നല്ലാതെ മായമ ഇതുവരെ വന്നില്ല. ഇല്ല, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ പകല് കണ്ട സ്വപ്ന ബലിക്കും. മായ വന്നു കഴിയുമ്പോ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും മാറും. കൈവിടട, ആരെങ്കിലും കണ്ട് പ്രശ്നാവും. എടി, മോഹനേട്ടൻ എന്ത് ഭാവിച്ചോണ്ടാ മമ്മി വരെ നോക്കിയിരിക്കാന്ന്? മോഹനേട്ടൻ മമ്മിയോട് സംസാരിച്ച ശരിയാവൂല. എടാ, നമ്മുടെ മനസ്സിലെ കള്ളത്തരം കൊണ്ട് ഓരോ തോന്നിയതാ. അതൊന്നല്ല മോഹനേട്ടൻ സംസാരിക്കാൻ പോകുന്നത്. പിന്നെന്താ? എങ്ങനെയെങ്കിലും മായമനെ കൊണ്ട് ചേച്ചിയോട് സത്യം തുറന്നു പറയിപ്പിക്കാൻ വേണ്ടിട്ടാ. ഞാനും ആദ്യം തെറ്റിദ്ധരിച്ചു. കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് അല്ലേ? അതെ, ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീർന്നിട്ട് വേണം കംപ്ലീറ്റ് ആൾക്കാരും ചാക്കിലാക്കിയിട്ട് മമ്മിയോട് ഇതിനെ പറ്റി പറയാം. ഈ കംപ്ലീറ്റ് ആൾക്കാരെ ചാക്കിലാക്കാനുള്ള ഒരു ചാക്ക് നീ കൊണ്ടോ? തമാശിച്ചതാ. ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്. പോവല്ലേടി, എനിക്ക് ഇനി സംസാരിക്കണം. കൈവിടട, ആരെങ്കിലും കണ്ട് പ്രശ്നാവും. ദിവസം കാണിക്കരുത് പറഞ്ഞതാ. കൊച്ചിനെ കൈ കയറി പിടിക്കുന്ന. അപ്പൊ ഇതങ്ങനെയല്ല. മിണ്ടിപ്പോരുത്. അപ്പൊ എന്ന് പറയട്ടെ. മിണ്ടരുത് മോളെ. ഇവൻ ചെയ്തതിന് ഞാൻ സോറി പറയാം. റിയലി സോറി.
പപ്പയൊന്ന് പറയണ കേക്കും അപ്പ. എന്താതിരിക്കാനാ പറഞ്ഞു? എടാ നിന്റെ അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാ? മമ്മി ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യാം. ബാഗ് പാക്ക് ചെയ്തിട്ട് സ്ഥലം വിടണോ? പപ്പയൊന്ന് പറയട്ടെ. മോളെ ഇനിയും എന്റെ ശല്യം ഉണ്ടാവില്ല. ഓടാ ഓടാ, ബാഗ് പാക്ക് ചെയ്തിട്ട് സ്ഥലം വിട്. ഇവൻ എന്റെ കൈ പിടിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല കിഷോറേട്ടാ. ഇപ്പൊ മോളാണ് ഇവന്റെ കൈ കയറി പിടിച്ചത്. ത്രിവേണിന്റെ കൈ പിടിച്ചാലും എനിക്കും ഒരു കുഴപ്പമില്ല പപ്പ. അപ്പൊ പിന്നെ എനിക്കെന്താ കുഴപ്പം? പക്ഷെ ഇതൊക്കെ എപ്പോ? എല്ലാം അർജുൻ പറയും. ഞാൻ പോട്ടെ. ഓ, ഇതൊക്കെ എപ്പോ? എന്നെ ഭയങ്കര പുച്ചായിരുന്നല്ലോ, ഇപ്പൊ കണ്ട? ഏയ് ഡയലോഗ് അടിക്കാതെ കാര്യം പറ. ഇതാണ് നീ മാത്യു ഡോക്ടറിന്റെ ചുവന്ന ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അല്ലേ? ഇത് രണ്ടും കൂടി കറങ്ങാൻ പോയി. ഒരുമിച്ചല്ല പോയേ, പക്ഷെ എങ്ങനെ ഒന്നിച്ചായി പോയി പപ്പ. ഇതോടെ എല്ലാവർക്കും അറിയോ? എല്ലാവർക്കും അറിയില്ല, എന്നാലും അഞ്ജുവിന് അറിയോ? അഞ്ചേച്ചിക്ക് അറിയാ, പക്ഷെ അഞ്ചേച്ചി പറഞ്ഞ ആരും വിശ്വസിക്കണില്ല. അത് നന്നായി. അല്ല എന്താ പ്ലാൻ നിന്റെ? ഇനി മമ്മിയോട് പറയണം, സമ്മതിപ്പിക്കണം, കല്യാണം കഴിക്കണം, സുഖമായിട്ട് ജീവിക്കണം. ഇപ്പൊ ജോലിക്ക് പോണ്ട പപ്പ. ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു അവകാശം എനിക്ക്. എന്തിനാ പപ്പ ജോലി? പപ്പ എനിക്കൊരു ഹെൽപ്പ് വേണം. മൊത്തം സാമ്രാജ്യം എഴുതി തരണം. അതല്ല എനിക്കുള്ളത് തന്നെയല്ലേ? അതല്ല, അപ്പൊ മമ്മിയോട് ഇത് എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിപ്പോ ഞാൻ എങ്ങനെയാ? പപ്പ ത്രിവേണി ഓക്കെ എന്ന് പറഞ്ഞ എന്റെ ഒപ്പം നിക്കാന്ന് പപ്പ വാക്ക് പറഞ്ഞതാ. വാക്കിന് മാറ്റൊന്നുമില്ലോ, ഒപ്പം നിൽക്കുക. പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മമ്മി വരട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. താങ്ക്സ് പപ്പ. മോനെ അടിച്ചത് വേനിച്ച പിന്നെ വേദനിക്കാണ്ട. പിന്നെ ഇക്കാര്യായി പോയി, അതാ പിന്നെ ഞാനൊന്നും. സോറിടാ, അപ്പത്തില് പെട്ടെന്ന് ചെയ്തു പോയതാ. ഞാൻ പുറത്തു പോയിട്ട് വരാം. പെട്ടെന്ന് വന്നേക്കണം. മമ്മി എത്തുന്നുണ്ട്, അതിന് മുമ്പ് എത്തണേ. ഞാൻ വേഗം വരും. ഓ കിഷോറേട്ടാ, അഞ്ജു എവിടെയായിരുന്നു? ഒരു ബിസിനസ് അത്യാവശ്യത്തിന് വേണ്ടി പോയതാ. നിങ്ങൾ നല്ല പണിയാ കാണിച്ചത്. എട്ടും പൊട്ടും അറിയാത്തൊരു ചെക്കനെ ഈ തലതെറിച്ച പെണ്ണുള്ള വീട്ടിൽ ഇട്ടേച്ച് പോയില്ലേ? തലതെറിച്ച പെണ്ണോ? അതായത് അതെ. ആ കിഷോറേട്ടാ, ഓ ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്ത്? അവൾക്കൊന്നും പറ്റിയില്ല കിഷോറേട്ടാ. പറ്റിയതേ നമ്മുടെ അർജുനനാ. അവളെ അർജുനനെ അടിമയാക്കി വെച്ചേക്കുവാ. അടിമേ? ആ, അവൾ ആടാൻ പറഞ്ഞ ആടും, പാടാൻ പറഞ്ഞ പാടും. അതാ ഇപ്പൊ അർജുനന്റെ അവസ്ഥ. ഇതേ കൈവശ. കിഷോറേട്ടൻ വരുന്ന വഴിയാണോ? അതെ. എന്നാ പിന്നെ കിഷോറേട്ടൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാം ഓതി കൊടുത്താ പോരെ?
എന്തോന്ന് ഓതി കൊടുക്കാൻ? കിഷോറേട്ടനെ കൊറേ ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, അപ്പൊ വിശേഷങ്ങളൊക്കെ ചോദിച്ചതാ. നിങ്ങളെനിക്കറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാ. ശരി കിഷോറേട്ടാ, ഞാൻ അങ്ങോട്ട്. കൈവശ ഇതിലേക്ക് അഞ്ചൊരു വിശ്വാസം ഉണ്ടാ? പിന്നില്ലാതെ, വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഓരോ അവസ്ഥ കാണുന്നില്ലേ, അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചു പോവും. പിന്നെ ഇപ്പൊ അവള് പറഞ്ഞത് കേട്ടില്ലേ, ഇതാ അവളുടെ സ്വഭാവം. ഇങ്ങനെ പറയുന്ന ഒരു പെണ്ണിനെ ഏതെങ്കിലും ചെക്കൻ പ്രേമിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണേ, കൈവശം കൊടുത്തതാ. അല്ല, നമ്മൾ നമ്മുടെ ചെക്കന്റെ കാര്യം നോക്കിയാ പോരെ, അവളുടെ കാര്യം നോക്കണ്ട. പിന്നെ മോഹനേട്ടൻ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് രണ്ടുപേര്. അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും വലിയ വർത്താനൊന്നും ഇല്ല. പിന്നെ വർത്താനം പറയാൻ ഞാൻ സമ്മതിക്കാറുമില്ല. എന്റെ രണ്ട് കണ്ണും അവരുടെ മേലുണ്ട്. അത് വേണോ അഞ്ചു? വെറുതെ ഉപദേശിച്ചാ പോരാ, ഇതുപോലെ രണ്ട് കണ്ണ് എപ്പോഴും വേണവരില്ല. ആ കൊച്ചെപ്പോ വന്ന് വന്ന് കയറിയുള്ളൂ. വന്നപ്പോ തന്നെ എല്ലാം എഴുന്നള്ളിച്ചല്ലേ. കുഞ്ഞമ്മ വന്നില്ലേ? വരുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരും ഒപ്പിറങ്ങിയതാ. പക്ഷെ അപ്പൊ അവൾക്കൊരു അർജന്റ് ബിസിനസ് മീറ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അത് തീർത്തിട്ട് വാ, ഞാൻ പോവാണ്. ഏതായാലും 4 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഞാനിങ്ങ് പോന്നു. മായ്മ വരുന്നുണ്ടോ? പിന്നല്ലാതെ വരുന്നുണ്ട്. വരട്ടെ വരട്ടെ. വരും. എന്നാ കൊച്ചൻ പോയി ഫ്രഷ് ആയിട്ട് വാ. നീ എല്ലാം പറഞ്ഞാ? ആ, എല്ലാം പറഞ്ഞു. ഇനി മായ്മ വന്നാലേ ഓണത്തല്ലായിരിക്കും. ഉറങ്ങൂട്ട്. കിഷോറേട്ടൻ ഒറ്റക്ക? മായ വന്നില്ലേ? മായ വരും. എപ്പാ? ഉടനെ വരികയായിരിക്കുന്നു. പുറപ്പെട്ടുണ്ട്, എത്തും. എന്നാ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കണ്ടോളാം. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല മോനെ. വരുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതേ ഉള്ളൂ. കിഷോറേട്ടൻ അറിയാലോ, ഞാനും ആവണിയും തമ്മിൽ 80% ഒന്നിച്ചു. ഇനി ഇവർ 20% കൂടെ ബാക്കിയുള്ളൂ. അതിന് മായ വിചാരിക്കണം. മായ അന്ന് എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് താഴെ വന്നത്, ഓർമ്മയില്ലേ? എന്നിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞ് വഴക്കായി. അപ്പോഴാണ് അവൾ പറയാതിരുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചു ഒന്നിനു മുമ്പ് എപ്പോൾ പറയുന്നുള്ളത്. തിരിച്ചു വന്ന് പറയാന്നാ പറഞ്ഞത്. അപ്പൊ ഈ വരവിൽ അവള് പറയോ? മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പറയുന്നേ. മായ വരുമ്പോ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോയാലും എല്ലാത്തിനും ഞാൻ മാപ്പും ചോദിക്കുന്നുണ്ട്. അതവൾക്ക് വലിയ സന്തോഷമായിരിക്കും. മായയോട് മാപ്പ് പറയാന്ന് പറയുന്നത് മായക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അവളുടെ സ്വഭാവം വെച്ച് മോഹൻ എന്തെങ്കിലും കുത്തി പറയാൻ സാധ്യതയുണ്ട്. ഇൻസൾട്ട് ചെയ്താൽ തിരിച്ചൊന്നും പറയരുത്. ഞാൻ വാ തുറക്കില്ല. എന്നാ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് മായ വരുമ്പോ സംസാരിക്കാം. ഞാൻ സംസാരിച്ചോളാം. കിഷോറേട്ടാ, ഒന്ന് കൂടെ കട്ടക്ക് നിന്നേക്കണേ. ഞാൻ കൂടെ ഉണ്ട് മോനാ, ഉറപ്പ്. എന്നാ ഓക്കെ. കിഷോറേട്ടൻ ഫ്രഷ് ആയില്ലേ? ഇല്ല, ഞാൻ റൂമിൽ പോകുന്നേ ഉള്ളൂ. എന്നാ ശരി, ഓക്കെ. ഗേറ്റും കടന്നു വന്ന് റൂമിൽ എപ്പെത്തുന്നതാണ് 3ാമത്തെ തവണയാണ് ഇപ്പൊ തടസ്സം. റൂമിൽ എന്താണോ സ്ഥിതി? കിഷോറേട്ടാ, പറയ്. ഒറ്റയ്ക്കേ ഉള്ളൂ? മായമ്മ വന്നില്ലേ? വരും, ഉടനെ എത്തും. അല്ല, ഒന്നുമല്ല, കണ്ടിട്ട് കുറച്ചായി. പിന്നെ ഇവിടെ ഇപ്പൊ യശോദാമ്മയോ ഇല്ല, ആ കൂടെ ആ സ്ഥാനത്തുള്ളത് മായമ്മയാ. അതുകൊണ്ട് ചോദിച്ചതാ. വരും, പുറപ്പെട്ടുണ്ടല്ലോ, പെട്ടെന്ന് എത്തും. കിഷോറേട്ടൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ? കഴിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, അത്രേ ഉള്ളൂ. ശരി ഏട്ടാ, ഞാൻ താഴെ ഉണ്ടാവുന്നത്. ആവണി മായ യശോദമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. ഇനിയിപ്പോ ആവണിയുടെ ജോലി മായയാണ് കളഞ്ഞെന്ന് അറിയുമ്പോൾ ആവണി എങ്ങനെ റിയാക്ട് ചെയ്യും?
ആലോചിക്കാൻ കൂടി വയ്യ. എൻ്റെ മോനെ നീ നന്നായി നോക്കൂ. മായമ്മ സമ്മതിക്കോ? മായമ സമ്മതിക്കുന്ന അവിടെ ഇരിക്കട്ടെ, ത്രിവേണിയുടെ ഫാമിലി സമ്മതിക്കും. എന്റെ ഫാമിലി എനിക്കറിയില്ല കിഷോറേട്ടാ. അവർക്ക് അങ്ങനെ വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉറപ്പാണോ? എന്താ കിഷോറേട്ടാ അങ്ങനെ ചോദിച്ചേ? മായ സമ്മതിച്ചു എന്ന് വെക്കുക. പക്ഷെ ത്രിവേണിയുടെ ഫാമിലിയിൽ നിന്ന് ദാസേട്ടനോ സരസ്വതമ്മയോ ആവണി എതിർത്താലോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്താ ത്രിവേണി? ഒന്നുമില്ല. എന്താ പപ്പ, എന്താ വിഷമിച്ചിരിക്കുന്നത്? അതൊക്കെ ഞാൻ പറയാം. ഓളൊന്ന് ആലോചിക്കും. പിന്നെ ആവണിയോടൊന്നും ഇപ്പോൾ പറയാൻ നിൽക്കണ്ട, പിന്നെ സംസാരിക്കാം. അവരുടെ മനസ്സിലെന്താണെന്നുള്ളത് അറിയണമല്ലോ. ശരിയേട്ടാ. പപ്പ കാര്യം പറ, എന്തിനാണ് വിഷമിച്ചു പോയത്? എടാ, നിങ്ങളൊക്കെ മായയെ കൺവിൻസ് ചെയ്യുന്ന കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ത്രിവേണിയുടെ ഫാമിലി എഗ്രി ചെയ്യൂ. അവർ കൺവിൻസ്ഡ് ആണോ? അവർ സമ്മതിക്കാതിരിക്കാൻ എന്താ പ്രശ്നം? ഞാൻ നല്ല പയ്യനല്ലേ പപ്പ? അതൊക്കെയാണ്. പക്ഷേ നിന്നോട് പറയാതിരുന്നൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഒരു ദിവസം വെറുതെ ഞാൻ നിങ്ങളുടെ കാര്യം ആവണിയോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് ആവണിച്ചിക്ക് ഓക്കെ അല്ലേ? ഓക്കെ അല്ല. അല്ലേ? ആവണിക്ക് താല്പര്യം ഇല്ലെന്ന്. നമ്മുടെ ഫാമിലിയിലേക്ക് അവളുടെ സിസ്റ്റർ വരുന്നതിൽ ആവണിക്ക് താല്പര്യമില്ല. ചങ്കിക്കുളം ഓർത്താൻ പറയല്ലേ പപ്പ? എടാ, സത്യമാണ്. പക്ഷെ ഇത് ഞാൻ ത്രിവേണിയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ത്രിവേണിയുടെ ആഗ്രഹത്തിന് ആരെങ്കിലും എതിരെ നിന്ന് അവൾ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിച്ചു. അതാ അവൾ വിഷമിച്ചു പോയത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പപ്പ. ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ത്രിവേണിയുടെ വീട്ടിൽ നിന്ന് ഒരു എതിർപ്പുണ്ടായ അവൾ നിന്നെ വേണ്ടാന്ന് വെച്ചാ നീ കരയണത് ഞാൻ തന്നെ കാണും. പപ്പ കരുനാക്കുറിച്ചൊന്നും പറയല്ല കേട്ടോ, അല്ലെങ്കിലും പക്ഷെ ടെൻഷൻ അടിച്ചേക്കാം. അല്ല, ഓക്കെ ആവുമെന്ന് വിചാരിക്കാം. ഓഫ്, എല്ലാം മൂടും കളഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ? എന്താ പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവോ? എന്റെ എല്ലാ ഇഷ്ടത്തിനും അച്ഛനും അമ്മയും കൂട്ടിക്കാറുണ്ട്. ഇനിയിപ്പൊ അമ്മ എതിർത്താലും അച്ഛനെതിർത്താലും ചേച്ചി എന്റെ കൂടെ വെക്കും. അതെനിക്ക് ഉറപ്പാ. എടി 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 ത്രിവേണി, എന്താ ചേച്ചി? നീ ഇത് ഏത് ലോകത്താ? എത്ര നേരമായി ഞാൻ വന്ന് വിളിക്കുന്നു. ഒന്നുമില്ല ചേച്ചി. നിനക്കെന്താ ഒരു വിഷമം? വിഷമൊന്നുമില്ല. മനസ്സിൽ എന്തേലും ഉണ്ടേ പറ വച്ചേ. ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന എന്തിനാ? ചേച്ചിയോട് പറ. ഒന്നുമില്ല, സത്യമായിട്ടൊന്നുമില്ല. ഒന്നും ഇല്ലെന്നൊന്നും നീ പറയണ്ട. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാ പറ. കാര്യമൊന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ ഇരുന്നതാ. എടി, എന്തേലും ഉണ്ടേ തുറന്നു പറ. വിഷമം മനസ്സിൽ വെച്ചോണ്ടിരുന്ന അത് കൂടത്തല്ലേ ഉള്ളൂ. പറഞ്ഞാലല്ലേ നമുക്കതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. എനിക്കൊരു വിഷമമല്ല ചേച്ചി. ശരി, ഞാനായിട്ടിനൊന്നും ചോദിക്കുന്നില്ല. നീ വന്നാ? നീ ഇതെവിടായിരുന്നു ഇത്ര നേരം? ഞാൻ താഴെ ഉണ്ടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നമ്മ. കുഞ്ഞമ്മ, കുഞ്ഞമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറയട്ടെ. എന്താ? കുഞ്ഞമ്മ അർജുൻ ചേട്ടൻ തമ്മിൽ ഇഷ്ടത്തിലായി. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു അല്ലേ? ഓ പിന്നെ, എനിക്ക് ഇഷ്ടപ്പെടാൻ വേറെ ആരെയും കിട്ടിയില്ലല്ലോ. ഒന്ന് പോടി. കുഞ്ഞമ്മ ഉരുണ്ട് കളിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അർജുൻ ചേട്ടൻ പറഞ്ഞിട്ട് ഒരുങ്ങി വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോസ് നിൽക്കുന്നു. എന്നിട്ട് അമ്മ വന്നപ്പോ ഓടിപ്പോയി അർജുൻ ചേട്ടൻ. എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് കുഞ്ഞമ്മ. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എന്നിട്ട് കുഞ്ഞമ്മ എന്താ പറഞ്ഞേ? തുണിയൊന്നും ഉണങ്ങാത്തതുകൊണ്ട് സാരി എടുത്തൊന്നല്ലേ?
അലമാരി കഴുകി ഉണക്കി വെച്ചിരുന്ന തുണി കുഞ്ഞമ്മ വീണ്ടും എടുത്ത് അലക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. അത് നീ എങ്ങനെ കണ്ടു? അപ്പൊ അത് ചെയ്തല്ലേ? ഷേ, ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നും ഇല്ല അല്ലേ? അപ്പൊ പിന്നെ അർജുനയുടെ ഫോട്ടോ എടുത്തപ്പോ എന്താ നോ പറയാനത്? പറ കുഞ്ഞമ്മ. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആ ഫോട്ടോ എന്തായാലും അർജുനയുടെ ഫോണിൽ ഉണ്ടാവും. ഞാൻ അമ്മയോട് പറയാം, ബാക്കി അമ്മ ചെയ്തോളൂ. ഹേ, അത് വേണ്ട. എന്താ? ഒന്നുമില്ല. എന്റെ കുഞ്ഞമ്മ, എനിക്കെല്ലാം അറിയാം. ഇനി പറ, കുഞ്ഞമ്മയുടെ വിഷമം എന്താന്ന്? അതൊന്നുമില്ലടി. പറ കുഞ്ഞമ്മ. പിള്ളേര് വിചാരിച്ചാലും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ, പറ. എടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അർജുന്റെ കാര്യം എന്റെ അച്ഛനോ അമ്മയോ ചേച്ചിയോ അറിഞ്ഞാ അവര് സമ്മതിക്കുവോ? ഒരിക്കലുമില്ല. അതെന്താ? എങ്ങനെ സമ്മതിക്കും? അമ്മയുടെ ജോലി അറിഞ്ഞ മായമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ സ്വന്തം അനിയത്തെ കെട്ടിച്ചൂടുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ ഇഷ്ടത്തിനൊരു വിലയില്ലേ? ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഇല്ലേ പിന്നെ എന്തെങ്കിലും മിറാക്കിള് സംഭവിക്കണം. അമ്മ എല്ലാം മറന്ന് കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കണം. എന്റെ ചേച്ചി എന്റെ കൂടെ വെക്കും, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ കുഞ്ഞമ്മ ആശ്വസിച്ചിരുന്നു. വെറുതെ ടെൻഷനായി. എന്തെങ്കിലും വഴി ഉണ്ടാവും കുഞ്ഞമ്മ. എന്നാലുവേ, ആരെ പ്രേമിച്ചാലും അർജുനേട്ടനെ പ്രേമിക്കില്ല എന്ന് പറഞ്ഞ കുഞ്ഞമ്മ എനിക്ക് ഉണ്ടായിരുന്നു. ആ കുഞ്ഞമ്മയൊക്കെ എവിടെ പോയോ എന്തോ. കളിയാക്കാതെടി. വേറെ വിശേഷമൊന്നുമില്ല അമ്മ. അച്ഛനിവിടെ. അമ്മ ഞാൻ വിളിക്കട്ടോ. ഇതാരിപ്പോ കാറില്?